തൊടുപുഴ അടിമാലി റൂട്ടിൽ വേഗത്തിൽ പോണ വാഹനങ്ങൾക്ക് വേഗ ടെസ്റ്റ് സൊല്യൂഷൻ സഹായവുമായി കൂടെ ഉണ്ടാകും. ഏത് വാഹനങ്ങളുടെയും പഞ്ചർ വർക്ക്, മൊബൈൽ പഞ്ചർ വർക്ക്, കൂടാതെ ഗ്രീസ്, നൈട്രജൻ ഫില്ലിംഗ്, അതിവേഗം, തികഞ്ഞ ഉത്തരവാദിത്തത്തിൽ. നമസ്കാരം, നാട്ടുരാജ്യ ന്യൂസിലേക്ക് സ്വാഗതം. ഗ്രാമീണ വാർത്ത. റോഡുകൾ കുണ്ടും കുഴിയും, സഞ്ചാര സ്വാതന്ത്ര്യം വരെ നഷ്ടമാകുന്നു. തൊടുപുഴയുടെ പരിസരത്ത് ഗ്രാമീണ റോഡുകളെല്ലാം തകരാറിലായി. മെയിൻ്റനൻസ് പണി വരെ പൂർത്തീകരിക്കാൻ സാധിക്കാത്ത രീതിയിലാണ് തൊടുപുഴ മുനിസിപ്പാലിറ്റിയുടെ വികസന പ്രവർത്തനങ്ങളെല്ലാം. തൊടുപുഴ അടിമാലി റോട്ടിൽ നിന്നും മുത്താരംകുന്ന് റോഡാണിത്. വെറും 800 മീറ്റർ ഒരു വർഷം മുമ്പ് MLA ഫണ്ട് ഉപയോഗിച്ച് പണിതതിന് 25 ലക്ഷം രൂപയാണ് ഇവിടെ ചെലവഴിച്ചിരിക്കുന്നത്. നിയമവിദ്യാർത്ഥികൾ ആയിരക്കണക്കിന് കാൽനടയായും ഈ കോളേജ് അല്ലസറിൻ്റെ അവിടെ എൻഡിങ് വരെ, പെരുമ്പിളിച്ചിറ ഭാഗം വരെ വളരെ ദുർഘടമായ രീതിയിലാണ് കിടക്കുന്നത്. കാലങ്ങളായി ഈ റോഡ് മെയിൻ്റനൻസ് ചെയ്തിട്ട് തന്നെ കഴിഞ്ഞ വർഷം ഇതിൻ്റെ തലക്ക് ഭാഗം എന്തോ ചെയ്തു. പക്ഷേ ഈ റോഡ് മെയിൻ്റനൻസ് ചെയ്തിട്ട് 12ാം ദിവസം പൊളിഞ്ഞു എന്നാണ് നാട്ടുകാർ സാക്ഷ്യപ്പെടുത്തുന്നത്. നാട്ടുകാരോട് വിവരങ്ങൾ ചോദിക്കാം. അത് നമ്മൾ നാട്ടുകാർ ഇത് നടന്നു വരികയാണ്. അവരോട് തങ്ങോട്ട് നമുക്ക് ഈ റോഡിൻ്റെ രീതികൾ, കഷ്ടപ്പാടുകളും ഒന്ന് ചോദിക്കാം. 2 മീറ്ററോളം ഭാഗമേ ഈ റോഡിന് ടാറിങ് ഇവിടെ ഉള്ള ഭാഗം. കാരണം ഇത് ഇഷ്ടംപോലെ വാഹനങ്ങൾ, ലോ കോളേജ് എന്ന് പറയുന്നത് തൊട്ട് താഴെ കാണുന്ന ലോ കോളേജ് 1000ഓളം കുട്ടികൾ പഠിക്കുന്ന ലോ കോളേജാണ്. കേരളത്തിലെ ചരിത്രത്തിൽ തന്നെ ഒരു 10 റാങ്കിൽ താഴെ 7 റാങ്ക് കിട്ടിയിട്ടുള്ള കോളേജ് ഈ വർഷം. ഇത്രയും കുട്ടികൾ പഠിക്കുന്ന ഈ കോളേജിൽ ഈ റോഡിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ ദയനീയമാണ്. 2 വർഷം മുൻപ് PJ ജോസഫിൻ്റെ ഫണ്ടിൽ നിന്നും 25 ലക്ഷം രൂപ അനുവദിച്ച് റോഡ് പണിതു. 14 ദിവസം കഴിഞ്ഞപ്പോൾ റോഡ് പൊളിഞ്ഞു. ഞങ്ങൾ പരാതികൾ കൊടുത്തു, മുനിസിപ്പൽ ചെയർമാൻ വന്നു, പല പരാതി കൊടുത്തു. ഇന്ന് വരെ അതൊന്നും മെയിൻ്റെനൻസ് ചെയ്യുന്നതിന് പോലും സാധിച്ചില്ല. കാരണം കുഴികളുടെ ഒരു ബൈക്ക് പോലും നേരെ യാത്ര ചെയ്യാൻ പറ്റത്തില്ലാത്തൊരവസ്ഥയാണ് ഈ റോഡിൻ്റെ ഇപ്പോഴത്തെ സ്ഥിതിവിശേഷം. ഇവിടെ നിന്ന് താഴേക്ക് പോയി കഴിഞ്ഞാൽ 1.5 കിലോമീറ്റർ പോയ 4 വരി പാതയിലേക്ക്, ലെഫ്റ്റിലേക്ക് പോയ എഞ്ചിനീയറിംഗ് കോളേജ്, അല്ലസർ എഞ്ചിനീയറിംഗ്, പ്രശസ്തമായ അല്ലസർ എഞ്ചിനീയറിംഗ് കോളേജ്, LKG മുതൽ +2 വരെ ആർട്സ്, സയൻസ്, ദന്തൽ, എഞ്ചിനീയറിംഗ്, BEd, TTC, MBA എന്ന് പോളിടെക്നിക്ക് ഉള്ള കോളേജ് തൊട്ടടുത്താണ്. അതായത് കേവലം 600 മീറ്റർ. പക്ഷേ ഈ റോഡിൻ്റെ അവസ്ഥ കണ്ടു കഴിഞ്ഞാൽ വളരെ ദയനീയമാണ്. ഇത് എന്ന് അധികാരികൾക്ക് കനിവുണ്ടായി ഇത് പണിയും എന്നാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്. ഭയങ്കര മോശമാണ്. ഞങ്ങളിങ്ങനെ നിത്യം ഇതിൽ വന്നു പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. പക്ഷേ ഞങ്ങൾക്കിതിൽ വരാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇപ്പം ഇത്. അതുപോലെ തന്നെ നിത്യോപയോഗ സാധനങ്ങൾക്കും എല്ലാം ഭയങ്കരമായ വിലയാണ്. ജീവിക്കാൻ ഒരു നിവൃത്തിയില്ല. പക്ഷേ ഞങ്ങൾക്ക് അന്ന് കിട്ടുന്ന കൂലി ഒക്കെ ഇന്നും കിട്ടുന്നുള്ളൂ. പക്ഷേ ഇന്ന് ഞങ്ങൾക്ക് മാർക്കറ്റിൽ പോയി ഒരു സാധനം കയറി എടുക്കാൻ ഇന്ന് കിട്ടുന്ന വിലയ്ക്ക് നാളെ കിട്ടില്ല. നാളെ നമ്മളിപ്പോൾ ഒരു 100 രൂപ ആണെന്ന് വിചാരിച്ച് 100 രൂപയും കൊണ്ട് പോയാൽ 1/2 കിലോ സാധനം പോലും കിട്ടാത്ത അവസ്ഥയിലേക്കാണ് കാര്യങ്ങളുടെ. രാജ്യം വികസനത്തിൻ്റെ പാതയിലാണെന്ന് പറയുന്നു. കേരളവും വികസനത്തിൻ്റെ രീതിയിലാണെന്ന് സർക്കാർ വാദിക്കുന്നത്. പക്ഷേ ജനങ്ങൾ അനുഭവിക്കുന്ന രീതിയും നാടിൻ്റെ ഒരു അവസ്ഥയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അതായത് നടക്കാനുള്ള സ്വാതന്ത്ര്യം വരെ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. റോഡ് അതമ്പതിക്കുന്നത് ഒരു നാടിൻ്റെ നാശത്തിനെയാണ് സൂചിപ്പിക്കുന്നത്. ഈ ഗ്രാമീണ റോഡുകൾ മുഴുവനും ഒരു വാഹനം വരെ പോകാത്ത അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം ജനജീവിതം പൊറുതിമുട്ടിയിരിക്കുന്നത് വളരെ വിനമയോടെ ബഹുമാനപ്പെട്ട സർക്കാരിനെ അറിയിക്കുകയാണ്. എത്രയും പെട്ടെന്ന് ഇതുപോലെയുള്ള റോഡുകൾ, ഇതും ഈ കോളേജിലേക്കുള്ള വഴികളാണ്, മുനിസിപ്പാലിറ്റി ഒക്കെ ഇടപെട്ട് ഈ മാർച്ചൊക്കെ വരുവാണ്. അതിനു മുമ്പ് ഇത് പണി തീർക്കണമെന്ന ഒരപേക്ഷയും കൂടിയാണ്. ഒരു വർഷം മുമ്പ് തുടക്കത്തിലെ ലോ കോളേജ് വരെ എത്തിയില്ല. പണി കുറച്ച് കഴിച്ച് അതും മൊത്തം കുളമായി കിടക്കുക. അതിനുശേഷം ഈ റോഡ് നമ്മുടെ ഏഴില്ലൂർ റോട്ടിലേക്ക് മുറിയുന്നതാണ് നമ്മൾ അല്ലസർ കോളേജിലേക്ക്. അതിൻ്റെ അവസ്ഥയാണ് ഈ കാണുന്നത്. നാട്ടുരാജ്യ ന്യൂസിന് വേണ്ടി ക്യാമറ റിപ്പോർട്ടിംഗ് KK വിജയൻ.